അസ്സലാമു ഞാൻ മജീദാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കണ്. ഇതിൽ കൂടുതലും വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഓരോ വാർത്തകളൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാനും മല്ലിക്കെട്ടാണ്. ഇപ്പോൾ ഗ്യാസൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഗ്യാസിനൊക്കെ ബുക്ക് ചെയ്താൽ 40 ദിവസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ഏകദേശമൊക്കെ കാത്തു കിടന്നാലും നമുക്ക് ഗ്യാസ് കിട്ടുക. ഇതിൻ്റെ കാരണം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ആ വിഷയം നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ്. ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടിങ്ങാണ്ട് ഇപ്പോൾ ഇറാനിൽ പോയിങ്ങാണ്ട് മിസൈൽ ഇട്ടുങ്ങാണ്ട് ഇറാനെ ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇറാനെ കുട്ടിച്ചോറാക്കിയാണ്ട് ഇറാനിൽ ഇപ്പോൾ ഭരിക്കണ ഭരണാധികാരികളൊക്കെ ഇല്ലാതാക്കിയാണ്ട് അവിടെ അമേരിക്കയും ഇസ്രായേലും പറയുന്ന ഒരു പുതിയ സർക്കാരിനെ കൊണ്ടുവരാന്നുള്ള ഒരു പദ്ധതിയിലാണ് ഇറാനിൽ പോയിങ്ങാണ്ട് അമേരിക്കയും ഇസ്രായേലും ബോംബിട്ടുകാണ്ട് ഇറാനെ ഇല്ലാതാക്കിയത്. ഇറാനെ ഇല്ലാതാക്കുക പറഞ്ഞാൽ ഇറാനത്തെ വെച്ചാൽ അറിയപ്പെടുന്ന നഗരങ്ങളൊക്കെ ബോംബിട്ടുകാണ്ട് കെട്ടിടങ്ങളൊക്കെ ആകെ തവിട് പൊടി ആക്കിക്കണ്. പക്ഷേ ഇറാൻ്റെ പട്ടാളത്തിന് ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ അമേരിക്കക്കും ആയിട്ടില്ല, ഇസ്രായേലിനും ആയിട്ടില്ല. ഇറാൻ്റെ വലിയ നേതാക്കന്മാരൊക്കെ വെച്ചാൽ ബോംബിട്ടുകാണ്ട് കൊന്നുകാണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞിക്കണമെങ്കിലും ഇറാൻ്റെ പട്ടാളത്തിന് ഇതുവരെ ഒന്നും ചെയ്യാൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാന് 40 കൊല്ലമായി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇറാൻ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് അറിയാം ഏത് നിമിഷവും അമേരിക്ക വന്നുങ്ങാണ്ട് ഇസ്രായേലും കൂട്ടിയാണ്ട് അമേരിക്ക വന്നുങ്ങാണ്ട് ഇറാൻ വന്നുങ്ങാണ്ട് ബോംബ് ആക്രമണം നടത്തുന്ന ഇറാൻ്റെ നേതാക്കന്മാർക്ക് അറിയാം. അപ്പോൾ ഇറാന് എന്താ ചെയ്തത്? ഇറാന് ബുഷിന്റെ കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ ഇല്ലാതാക്കിയ ഒരു പാഠം കൂടി ഇറാന്റെ നേതാക്കന്മാർക്ക് അറിയാം. അപ്പോൾ ഇറാന് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇറാന് അവരുടെ പട്ടാളത്തിനെ 30 ഗ്രൂപ്പ് ആക്കിയാണ്ട് തിരിച്ചിക്കുക. ഓരോ ഗ്രൂപ്പിനും ഓരോ നേതാക്കന്മാരെ ആക്കിക്കുക. അപ്പോൾ വലിയ നേതാക്കന്മാര് അമേരിക്കൻ്റെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ താഴത്തെ നേതാക്കന്മാർ അത് ഏറ്റെടുക്കുക. അങ്ങനെ 30 ഗ്രൂപ്പ് ആക്കിയാണ്ടാണ് ഇറാന്റെ പട്ടാളത്തിന് ഇറാന്റെ നേതാക്കന്മാർ അങ്ങനെ സെറ്റാക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഇറാനെ ഒരു ചുക്കും ചെയ്യാൻ അമേരിക്കക്ക് ആയിട്ടില്ല. അമേരിക്ക പറഞ്ഞാൽ അമേരിക്കൻ്റെ പ്രസിഡന്റ് ട്രംപ് എന്ന് വെച്ചാൽ വെറും പൊട്ടത്തിനുള്ളൂ. ഇന്ന് എന്തെങ്കിലും പറഞ്ഞ നാളെ വേറെ എന്തെങ്കിലും പറയാം. ഒരു വാക്കിന് ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. കാരണം ഇപ്പോൾ ഇറാനിൽ വന്നുകാണ്ട് ഇപ്പോൾ ഈ നെതന്യാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ യുദ്ധം ചെയ്തിട്ട് അമേരിക്കയിലെ 80% ജനങ്ങൾക്കും തന്നെ ഈ യുദ്ധത്തിനോട് ഒരു താല്പര്യമില്ല. ഇറാനിൽ വന്നുകാണ്ട് ഈ ബോംബാക്രമണം നടത്തുന്നത് അമേരിക്കത്തെ പൗരന്മാർക്ക് 180% പൗരന്മാർക്കും ഒരു താല്പര്യമില്ല. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ യുദ്ധം ഫസ്റ്റ് ചെയ്തിട്ട് വേറെ രാജ്യങ്ങളൊന്നും ഇതിന് എതിരെ ഒരക്ഷരം മുണ്ടിയിട്ടില്ല. കാരണം ഇറാഖിനെ മാതിരി സദ്ദാം ഹുസൈനെ പെട്ടെന്ന് ഇല്ലാതാക്കിയ മാതിരി ഈ ഇറാന്റെ നേതാക്കന്മാരെ ഇല്ലാതാക്കിയാണ് അവിടെ ഒരു പുതിയ ഭരണം കൊണ്ടുവന്നാണ് വേറെ രാജ്യങ്ങളൊക്കെ കരുതിയത്. പക്ഷേ ഇറാനിന്റെ സൈനിക ശക്തിന്റെ മുന്നിൽ ഇറാനെ ഒന്നും ചെയ്യാൻ അമേരിക്കക്ക് ആയിട്ടില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഇറാന് ഹോർമൂസ് കടലിടുക്ക് കൂടി അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ കപ്പലൊന്നും അതിലെ കടത്തി വിടുന്നില്ല ഇറാന്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ ഗ്യാസ് അങ്ങനെ കിട്ടണില്ല. അതേമാതിരി ചൈന അതേമാതിരി വേറെ യൂറോപ്യൻ മേഖലത്തെ രാജ്യങ്ങൾ ഇവർക്കൊന്നും ഇപ്പോൾ ഗ്യാസും ഇതൊന്നും പണ്ടത്തെ മാതിരി കിട്ടണില്ല. അതുകൊണ്ട് ഓരോ രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ആകെ ബുദ്ധിമുട്ട് ആയിങ്ങാണ്ട് ഇപ്പോൾ ട്രംപിന് എതിരെ തിരിഞ്ഞിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്നുവെച്ചാൽ ലോകത്തിലെ ഓരോ രാജ്യങ്ങളും ട്രംപിനെതിരെ തിരിഞ്ഞിക്കുകയാണ്. എന്നുവെച്ചാൽ ട്രംപ് യൂറോപ്യൻ യൂണിയനത്തെ ഓരോ രാജ്യങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഹോർമൂസ് കടലൊടുക്കൊക്കെ നിങ്ങളെ പട്ടാളത്തിന് കൂട്ടി വരികയും പറഞ്ഞു. അപ്പോൾ ജർമ്മനി, സ്പെയിൻ, ഇറ്റലി ഇങ്ങനത്തെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ എന്താ പറഞ്ഞത്?
നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങളിപ്പോൾ അവിടെ യുദ്ധം ചെയ്തിക്കണ്. ട്രംപിനോടാണ് ഇപ്പോൾ പറഞ്ഞത്, പിന്നെ യൂറോപ്പത്തെ രാജ്യങ്ങൾ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ നെതന്യാഹുവിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ പട്ടാളത്തിനെ ഹോർമോസ് കടൽ എടുക്കൊക്കെ ഞങ്ങൾ പറഞ്ഞയക്കൂല എന്ന് പറഞ്ഞു. ഇപ്പം എന്തായി? ഇപ്പോൾ ട്രംപ് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിൽ വളിട്ട മാതിരിയായി. എന്നുവെച്ചാൽ ഇപ്പോൾ പിന്നെ എന്നുവെച്ചാൽ അവിടെ ഇറാൻ പോയാണ്ട് പിന്നെ ബോംബ് ഇട്ടു, അതുകൊണ്ട് അത് പിടിച്ചാനും കിട്ടിയില്ല, അത് ഒന്നും ചെയ്യാനും ആയില്ല. ഇപ്പൊ ഇറാന്റെ സോറി പിന്നെ പാകിസ്ഥാൻ വഴി പിന്നെ ഇറാന്റെ കാല് പിടിക്കുകയാണ് എങ്ങനെയും ഈ യുദ്ധം നിർത്താൻ വേണ്ടി. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആ യുദ്ധം എങ്ങനെയും പിന്നെ നിന്നിട്ട് എങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ളൂ നമ്മുടെ നാട്ടിലേക്ക്, ഇനിയിപ്പോൾ പിന്നെ ഇന്ത്യ ആയാലും വേറെ ഏത് രാജ്യത്തേക്കായാലും ഇപ്പോൾ ഗ്യാസ്, പെട്രോൾ, ഡീസലൊക്കെ അതൊക്കെ എത്തിയാലുള്ളൂ നമുക്ക് നമ്മുടെ നാട്ടിൽ ഓരോ മേഖലയിൽ വെച്ചാൽ ഓരോ പ്രവർത്തന മേഖല ഓരോ കമ്പനികൾ ഓരോ കമ്പനികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ പെട്രോളും ഗ്യാസും ഡീസലും എത്തണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പടച്ചവന് അവിടെ യുദ്ധം നിർത്താനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.